ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാമങ്ങളെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു പേരാണ് നബിയുൽ മലാഹിം. തിരുനാമങ്ങളിലെ പ്രധാനപ്പെട്ട മറ്റൊരു പേരാണ്. യുദ്ധങ്ങളുടെ പ്രവാചകൻ എന്ന് ചിലർ ഇതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും മനോഹരമായ പരിഭാഷ യുദ്ധങ്ങളിലൂടെ കരുണ ചെയ്ത പ്രവാചകൻ എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെയാണ് ആത്മജ്ഞാനികൾ ആ വാക്കിനെ നോക്കിക്കണ്ടത്. മുൻകാലഘട്ടങ്ങളിലെ നബിമാരെ അവഗണിച്ചവരെയെല്ലാം ഒറ്റയടിക്ക് നശിപ്പിച്ചു കളയുന്ന ശിക്ഷകളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ശത്രുക്കളെ ഒന്നടങ്കം നശിപ്പിക്കട്ടെ എന്ന് ആദരവായ ജിബ്രീൽ അലൈഹിസ്സലാം പലതവണ ചോദിച്ചിട്ടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് സമ്മതം നൽകിയിട്ടില്ല. എല്ലാവർക്കും പുറത്തു കൊടുക്കലാണ്, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യലാണ് അവിടുത്തെ ശീലം. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നടന്ന, വളരെ കുറച്ചു പേർക്കു മാത്രം പരിക്കുപറ്റിയ, ജീവഹാനി സംഭവിച്ച ചെറുത്തുനിൽപ്പുകൾ കാരുണ്യമല്ലാതെ മറ്റെന്തായിട്ടാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പും ശേഷവും മനുഷ്യ ചരിത്രത്തിൽ നടന്ന യുദ്ധങ്ങളെ വിലയിരുത്തുന്ന ഒരാൾക്ക് യുദ്ധങ്ങളിൽ കരുണ ചെയ്ത പ്രവാചകരെ അല്ലാതെ അവർക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. കരുണയുടെ യഥാർത്ഥ ഭാവകമായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സിറാജുൽ മുനീർ, വെട്ടിത്തിളങ്ങുന്ന പ്രഭയുള്ള വിളക്ക് എന്നർത്ഥം വരുന്ന സിറാജുൽ മുനീർ എന്ന പേരും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാം. അറിവില്ലായ്മ ഇരുട്ടുവിതറിയ ഒരു കാലത്ത് പ്രകാശഗോപുരമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറി. നൂറ്റാണ്ടുകൾക്കിപ്പുറവും അവിടുന്ന് ഉലകിൽ പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്നു. നിരവധി പൂർവ്വവേദങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം വാഴ്ത്തി പാടി പറയുന്നുണ്ട്. ഖുർആനിൽ മുഹമ്മദ് എന്നും ഇഞ്ചീലിൽ അഹ്മദ് എന്നും തൗറാത്തിൽ അഹ്യദുമാണ് എൻ്റെ പേരെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അഹ്യദ് എന്നാൽ രക്ഷയേകുന്നവർ എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫാത്തിഹ എന്നൊരു പേരും ഉണ്ട്. ഉന്നതം, വിജയം, തുറക്കുന്നവർ എന്നൊക്കെയാണ് ഈ പേരിൻ്റെ ആശയം. മക്കയടക്കമുള്ള വൻനഗരങ്ങളും നാടുകളും അവിടുന്ന് ജയിച്ചടക്കിയല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം വിജയിച്ച ലോകത്ത് മറ്റാരെയാണ് നമുക്ക് കാണാൻ കഴിയുക? എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്വർഗം തുറന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ആറ്റൽ നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സന്മാർഗത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും വാതിലുകൾ പ്രപഞ്ചത്തിന് തുറന്നു തരുന്നതും ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ഇങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ പേരുകളിലും അനേകം അർത്ഥതലങ്ങൾ, ആശയതലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ഭാഷാപ്രയോഗങ്ങൾ എത്രയെത്രയാണ്. യാസീൻ എന്ന് അള്ളാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നുണ്ട്. യാ സയ്യിദൽ ബഷർ, മാലോകരുടെ നേതാവേ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞ അർത്ഥം. അബ്ദുല്ലാഹ് എന്നും റബ്ബ് വിളിച്ചിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു വിളിപ്പേരാണ് അബ്ദുല്ലാഹ് എന്നുള്ളത്. ആ ഇഷ്ടം പലപ്പോഴായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. എന്നെക്കുറിച്ച് അബ്ദുല്ലാഹി വ റസൂലുഹു, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയും ദൂതരുമാണ് എന്ന് പറഞ്ഞോളൂ എന്ന് പലതവണ പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. ഈ വാക്കിൽ നിങ്ങളൊന്ന് നോക്കൂ. തൻ്റെ സ്രഷ്ടാവിലേക്ക് ചേർത്തിയുള്ള വിളിയിൽ അടിമ കണ്ടെത്തുന്ന ഒരു പരമാനന്ദമാണത്. അതായത് അഹ്മദിലൂടെ അഹദിയത്തിലേക്ക് എത്തുന്നതിൻ്റെ ആനന്ദം. അബുൽ ഖാസിം, അബു താഹിർ എന്നെല്ലാമാണ് ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ളവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചത്. അവിടുത്തെ ഓമന പേരുകളാണ് ഇവകളെല്ലാം. മക്കളുടെ പേരിലേക്ക് ചേർത്തിയുള്ള വിളി കൂടിയാണ് ഇതെല്ലാം. പല പേരുകളും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തു. ഇങ്ങനെയെല്ലാം അനേകായിരം പേരുകളുണ്ടെങ്കിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ പേര് മുഹമ്മദ് തന്നെയാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്. എന്നുവെച്ചാൽ ആദം നബി അലൈഹിസ്സലാമിനും 2000 കൊല്ലം മുമ്പേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പേര് അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ടത്
അള്ളാഹുവിനെ പറയുന്നിടത്തൊക്കെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും പറയുക എന്നതായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അർശിൽ ഈ തിരുനാമം എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ആകാശത്ത് ഈ പേരെഴുതി വെക്കാത്ത ഒരിടവും ഇല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ സ്വർഗത്തിൽ കടത്തി. അവിടെ എല്ലാ കൊട്ടാരങ്ങൾക്കുമേലും മുഹമ്മദ് എന്ന പേരുണ്ട്. സിദ്റത്തുൽ മുൻതഹയിലും തൂബ മരത്തിലുമെല്ലാം ഈ പേര് ഞാൻ കണ്ടിട്ടുമുണ്ട്. മലക്കുകളുടെ കണ്ണുകൾക്കിടയിലും ഇതേ പേര് കണ്ടിട്ടുണ്ട്. ആ മഹനീയ നാമം മലക്കുകൾ സദാസമയത്തും ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിന്റെ ഔന്നിത്യമാണ്. പ്രപഞ്ചവും അതിന്റെ പൊരുളും ആ പേരിൽ അടങ്ങിയിരിക്കുന്നു. ഒരാളുടെ പേര് തന്നെ പ്രപഞ്ചമായി മാറുന്നു. പ്രപഞ്ചം തന്നെ ആ പേരിന്റെ പൊരുളിന് വേണ്ടിയാകുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകളുടെ വിശേഷണങ്ങൾ പറയാൻ വേണ്ടി മാത്രം രചിക്കപ്പെട്ട ബൃഹത്തായ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകളെ കുറിച്ച് പഠിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വിസ്മയ പ്രപഞ്ചത്തെ തുറക്കാനുള്ള താക്കോൽ പഴുതുകളാണ് ആ പേരുകളെന്ന് നമുക്ക് ബോധ്യപ്പെടും. കുട്ടികൾക്ക് അഹ്മദ്, മുഹമ്മദ് എന്നെല്ലാം പേര് വെക്കലും വലിയ പുണ്യമുള്ള കാര്യം തന്നെയാണ്. മുഹമ്മദ് എന്ന പേര് സ്വീകരിച്ചതുവഴി പല അനുഗ്രഹങ്ങളും മേന്മകളെല്ലാം തനിക്കുണ്ടെന്ന് ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു ബുർദയിലൂടെ പറയുന്നുണ്ട്. അബ്ദുർ റഹ്മാൻ, അബ്ദുല്ലാഹ് തുടങ്ങിയ പേരുകളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരുകളിൽപ്പെട്ടതാണ്. വിനീതനായ, നന്ദിയുള്ള അടിമയാവാനുള്ള അവിടുത്തെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ അടയാളമാണ് ആ പേരുകൾ. പേരിടുന്ന കാര്യത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതികളും നമ്മൾ സ്വീകരിക്കണം. ഇന്ന് പുതിയ കാലത്ത് പേരുകൾ അർത്ഥങ്ങൾ ശ്രദ്ധിക്കാതെയും കാലത്തിന് യോജിച്ച നിലയ്ക്ക് പല പേരുകളും അർത്ഥമില്ലാത്ത പല പേരുകളും ഇടുന്ന ഈ കാലഘട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയെ പിൻപറ്റി അവിടുത്തോടുള്ള മഹബത്തിന്റെ ഭാഗമായി അവിടുത്തുമായി ബന്ധപ്പെട്ട പേരുകളാണ് നാം നമ്മുടെ മക്കൾക്ക് സ്വീകരിക്കേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് പേരുകൾ നമ്മെ വഴി നടത്തുന്നത്. പേര് ഒരു കവചമായി നമുക്ക് കാവൽ നിൽക്കും. പേര് നമ്മളിൽ അതിന്റെ അർത്ഥം പ്രയോഗിക്കുകയും ചെയ്യും. നമ്മുടെ മക്കൾക്ക് നല്ല പേരുകളാണ് നാം ഇടേണ്ടത്.